ഹായ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്കൊരു എക്സ്ഫോളിയേറ്റിംഗ് മസാജ് കൊടുക്കുന്ന കാണാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വന്നു, പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോകണം, പെട്ടെന്നൊരു ടൂറ് പോകണം. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള്ളായിരിക്കുക. അപ്പോൾ ആ ഡള്ളായിട്ടുള്ള സ്കിന്നിനെ നമുക്കൊന്ന് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈവ് ആക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കുറച്ച് ബ്രൈറ്റ്, കുറച്ച് ഗ്ലോ, ഇന്നർ ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആൻഡ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് നമ്മളൊരു സ്ക്രബ്ബറും കൂടി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്ക്രബ്ബർ അല്ലാണ്ട് ഇതിനകത്ത് നമ്മൾ ഷുഗർ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. കറുത്ത പാടുകൾ മാറാനും, പിഗ്മെൻറ്റേഷൻ മാറാനും, സ്കിന്ന് ബ്രൈറ്റൻ ആവാനും, പാടുകളൊക്കെ മാറി, മോക്കുറിൻ്റെ പാടുകളായിട്ട്, പിഗ്മെൻറ്റേഷൻ ആകട്ടെ, അങ്ങനെയുള്ള പാടുകളൊക്കെ മാറി, ടാനൊക്കെ മാറി, ഫേസ് കുറച്ച് നല്ല ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിന് നമുക്ക് ടൊമാറ്റോ എടുക്കാം. ടൊമാറ്റോ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഇൻസ്റ്റൻറ്റ് കട്ട് ചെയ്ത വശത്തേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്ക് ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് ഷുഗർ ക്രിസ്റ്റൽസ് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. അത് നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിപ്പം ഷുഗർ ക്രിസ്റ്റൽസ് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊന്ന് അലിഞ്ഞ് ഒന്ന് മിക്സ് ആവണം, അപ്പോൾ ചെറിയതാവണം. അപ്പം അതിന് ശേഷമാണ് നമ്മൾ മുഖത്തേക്ക് സ്ക്രബ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈരും അല്ലെങ്കിൽ തേനോ അങ്ങനെ ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയേണ്ടത് വളരെ എളുപ്പവും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ തൈര് ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഗ്ലിസറിനോ തേനോ ആഡ് ചെയ്യാം. അതിപ്പോൾ അവരവൻ്റെ സ്കിന്നിന് പറ്റുന്നത് പോലെ തൈര് അലർജി ഉള്ളവർക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. തേൻ അല്ലെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര നല്ലതാണ്. നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ഇപ്പം ഈവൻ നൈറ്റ് റുട്ടീൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടോ എപ്പോഴെങ്കിലും ഡെയിലി ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കിന്ന് നല്ലോണം പിഗ്മെൻറ്റേഷനും കറുത്ത പാടും ടാനും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ട്, തിളങ്ങാനായിട്ട് സഹായിക്കും. ഇപ്പോൾ തൈരും ടൊമാറ്റോയും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ അടക്കം നമുക്ക് ഹൈഡായി പോകുന്ന കാണാൻ പറ്റും. റെഗുലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം നമ്മൾ മസാജ് കൊടുക്കുകയാണ് കേട്ടോ. മസാജ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്ത് മസാജ് കൊടുക്കാം. പിന്നെ നമ്മുടെ കോഫി പൗഡർ ആവശ്യമുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫേസിനൊക്കെ കവർ ചെയ്യുന്നത് പോലെ നമുക്ക് നല്ലോണം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ പോകും. ഡെഡ് സ്കിൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അത് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ നന്നായി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസിലും നെക്കിലും ഇതൊരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് വെച്ചേക്കാം. നമുക്കത് ഒന്ന് ഡ്രൈ ആയി വരുന്നത് ഫീൽ ചെയ്യും. ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കത് റിമൂവ് ചെയ്ത് ചെറിയ ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും സ്പോഞ്ചോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി മുക്കി വൈപ്പ് ഓഫ് ചെയ്തെടുത്താൽ മതി കേട്ടോ, തുടച്ചെടുത്താൽ മതി. അപ്പം നല്ലോണം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പൊക്കോളും. അതിങ്ങനെ ഇങ്ങനെ തുടച്ചെടുത്താൽ മതി ഓരോരോ പാർട്ടായിട്ട്. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റ്, നല്ലൊരു ഗ്ലോ എഫക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ഗ്ലോ എഫക്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് വൃത്തിയായിട്ടുണ്ടാവും. നല്ല മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഈവണായിട്ട് മേക്കപ്പൊക്കെ നല്ല ഈവണായിട്ട് ഫീൽ ചെയ്യും. നല്ല ഭംഗിയായിട്ടുണ്ടാവും. പിന്നെ ഈ വെഡ്ഡിങ് വെയിറ്റ് ചെയ്തിരിക്കുന്ന പെൺകുട്ടികളിലെ ബ്രൈഡ് ടു ബി കുട്ടികളൊക്കെ ഇത് ചെയ്യാട്ടോ, ഡെയിലി ചെയ്യാൻ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഹണിയോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഇതിപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന കുട്ടികളാണേലും കല്യാണമൊക്കെ നോക്കുന്ന കുട്ടികളാണേലും ഇപ്പം എത്ര പ്രായമുള്ളവരാണേലും ആരായാലും പിന്നെ ഈ ഒരു സംഭവം വളരെ നല്ലതാണ് കേട്ടോ. വളരെ നല്ലതാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ, സ്പീഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ഇച്ചിരി സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിനെ വെളുപ്പിക്കുക എന്നുള്ളതല്ല, ഓരോരുത്തർക്കും ഓരോ നാച്ചുറൽ സ്കിൻ ടോൺ ഉണ്ട്, ഓരോ ജനറ്റിക് സ്കിൻ ടോൺ ഉണ്ട്. അതിനെ നല്ല ഹെൽത്തി ആക്കുക, ബ്രൈറ്റൺ ആക്കുക. നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടാലും അത് ഈവൺ ആയിട്ട് നമുക്ക് കിട്ടണം. നമ്മുടെ ഫേസിലോട്ട് നോക്കിയിട്ട് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന പോലെ ഡാർക്ക് സർക്കിൾസ്, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷൻ ഓൺ ചീക്സ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അങ്ങനെ വന്നിട്ട് നമ്മുടെ സ്കിന്ന് കുറച്ച് സ്ഥലത്ത് ബ്ലാക്ക്, കുറച്ച് സ്ഥലത്ത് ലൈറ്റ് കളർ, കുറച്ച് അങ്ങനെ വരുന്നത് എല്ലാം നമുക്ക് ഇതിലൂടെ പരിഹരിച്ചെടുക്കാൻ പറ്റും. ഇത് വളരെ എളുപ്പവും വളരെ ചിലവ് കുറഞ്ഞതും എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.